നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ ചിന്ത എന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽക്ക് ഭജഗോവിന്ദം അല്ലെങ്കിൽ ഭഞ്ജരികാ സ്തോത്രം എന്ന ശ്രീ ശങ്കരാചാര്യ വിരചിതമായ ഏതാനും ശ്ലോകങ്ങൾ ഒന്ന് വ്യാഖ്യാനിച്ച് പറയുകയാണ്. കഴിഞ്ഞ ശ്ലോകം, ഒന്നാമത്തെ ശ്ലോകം കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. അതിലെന്താ പറയുന്നത്? ഭജഗോവിന്ദം 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 മൂഢമതേ. സാധാരണക്കാരായ മനുഷ്യരോട് ശങ്കരാചാര്യർ നൽകുന്ന ഉപദേശങ്ങളാണ് ഈ ഭജഗോവിന്ദം എന്ന ആ ശ്ലോക സമുച്ചയത്തിലുള്ള 12 ശ്ലോകങ്ങൾ. 13ാമത്തെ ശ്ലോകം ഈ ഉപദേശങ്ങളാണ് നൽകിയത് എന്ന് പറയുന്നൊരു ശ്ലോകമാണ്. അപ്പോൾ ആ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ആ ഒന്നാമത്തെ ശ്ലോകം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വായിക്കാം, ഒരു ഓർമ്മ വരുന്നതിന് കൂടിയാണ്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അല്ലയോ മൂഢ, നീ ഗോവിന്ദനെ ഭജിക്കൂ, നീ ഈശ്വരനെ ഭജിക്കൂ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡൂഗൃത്കരണേ. നീ എന്ത് തന്നെ സമ്പാദിച്ച് ഇതായാലും പറഞ്ഞാലും സമ്പാദിച്ചു വെച്ചാലും ഇതൊന്നും നിന്നെ അന്ത്യകാലത്തിൽ യമഭടന്മാർ വരുമ്പോൾ രക്ഷപ്പെടുത്തുകയില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം ഒരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം. യല്ലഭസ നിജകർമ്മോപാത്തം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയചിത്തം. ഇതിൽ പറയുന്നത്, അല്ലയോ മൂഢ, പിന്നെയും സാധാരണക്കാരായ മനുഷ്യരോട് തന്നെയായിട്ട് ആചാര്യസ്വാമികൾ പറയുകയാണ്, അല്ലയോ മൂഢ, നീ ധനം സമ്പാദിക്കുവാനുള്ള മൂഢ ജഹിഹി ധനാഗമതൃഷ്ണാം, ധനം സമ്പാദിക്കാനുള്ള ഒരു ആഗ്രഹം നീ വച്ചു പുലർത്തരുത്. ധനത്തോടുള്ള എന്തെന്നില്ലാത്ത മോഹം നീ ഒരിക്കലും വച്ചു പുലർത്തരുത്. അത് നിനക്ക് ഉണ്ടാകരുത്. അത് നീ ഉപേക്ഷിക്കുക, അത്യാഗ്രഹം ഉപേക്ഷിക്കുക. അത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? യല്ലഭസേ നിജകർമ്മോപാത്തം. നമ്മൾ ചെയ്യുന്ന ജോലി, കർമ്മോപാത്തം നിജകർമ്മോപാത്തം, നിങ്ങളുടെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് എന്താണോ ഫലമായിട്ട് കിട്ടുന്നത്, വിത്തം തേന വിനോദയചിത്തം. ആ ചെയ്യുന്ന ജോലിക്ക് നിൻ്റെ കർമ്മം കൊണ്ട് ലഭിക്കുന്ന ആ ധനം കൊണ്ട് നീ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം നല്ലതല്ല. ഒരു ചെയ്യുന്ന ജോലിക്ക് അമിതമായ കൂലി, അമിതമായ ധനസമ്പാദനം നടത്തുന്നതൊന്നും ശരിയല്ല. ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്ന ധനം കൊണ്ട് തന്നെ നമ്മൾ തൃപ്തിപ്പെടണം എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നത്. ശ്ലോകം ഒന്നുകൂടി വായിക്കുകയാണ്. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം. ധനാഗമത്തിൻ്റെ തൃഷ്ണ, പണം സമ്പാദിക്കാനുള്ള മോഹം. കുരു സദ്ബുദ്ധി മനസി വിതൃഷ്ണ, മനസ്സിൽ നിന്ന് എടുത്തു മാറ്റൂ, അത്യാഗ്രഹങ്ങൾ എടുത്തു മാറ്റൂ.
യല്ലഭസേ നിജകർമ്മോപാത്തം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനുള്ള അതിൻ്റെ ഒരു പ്രതിഫലം കൊണ്ട് വിത്തം തേന, നമ്മുടെ മനസ്സ് വിത്തം, ആ ധനം കൊണ്ട്, വിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് നേടുന്ന ധനം, ചിത്തം വിനോദയ, മനസ്സ് അതുകൊണ്ട് സന്തോഷിക്കട്ടെ. എന്നുവെച്ചാൽ അർഹതയുള്ളത് മാത്രം എടുക്കുക, ആ അർഹതയില്ലാത്തതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. അത്യാഗ്രഹം ഒട്ടും നല്ലതല്ല. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഒരു ഉപദേശമാണത് ശങ്കരാചാര്യ. മോഡജഹീതനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഈ ശ്ലോകം നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത സാഹിത്യ ചിന്തയിൽ നമുക്ക് പറയാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ കഥകളതിസാഗരം. നിങ്ങൾ എന്നെ കാണുന്നുണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു.